അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. വിശ്രുതമായ ഖസീദത്തുൽ ബുർദയിലെ 56-ാമത്തെ വരിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വരിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷ ഗുണങ്ങളിൽ അതിപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു. അത് കേൾക്കുന്ന വേള പലപ്പോഴും ചില ആളുകൾക്കെങ്കിലും ചിന്തിച്ചേക്കും. അതിൽ അവസാനമൊക്കെ പറഞ്ഞ പോയിന്റ് പ്രത്യേകവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കദ്ദഹരി ഫി ഹിമമിൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനക്കരുത്തിന്റെ വിഷയത്തിൽ യുഗം പോലെയാണ്, കാലഘട്ടം തോറ്റുപോകുന്ന മനക്കരുത്താണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളത് എന്ന്. ഇത് പറയുമ്പോൾ എന്താണ് ഇവിടെ വരുന്ന ഒരു സംശയം? മുത്തുനബി തങ്ങളെ വിമർശിക്കുന്ന ആളുകളെങ്കിലും ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഏറ്റവും ഭീരുവായിരുന്നു മുഹമ്മദ്, വളരെ ഭയമുള്ള ആളായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരോടും ക്ഷമിക്കുകയും പൊറുക്കുകയും വിനയത്തോടെ പെരുമാറുകയും ചെയ്യുന്നത്, ഒരാക്രമണത്തിന് ഭയന്നത് കൊണ്ടായിരിക്കാം എന്ന ഒരു ചിന്ത ഉണ്ടാകും. എന്നാൽ അത് നിരർത്ഥകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വരികളാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പിന്നീട് ഓർമ്മപ്പെടുത്തുന്നത്. കഅന്നഹു വഹുവ ഫർദും ഫീ ജലാലതിഹി ഫീ അസ്കരിൻ ഹൈന തൽഖാഹു വഫീ ഹശമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈർ. ഈ വരിയുടെ ആശയം ഇങ്ങനെയാണ്: കഅന്നഹു, തീർത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹുവ ഫർദുൻ, അവർ ഏകനായിരിക്കുന്ന വേളയിൽ തന്നെ, ആ സ്ഥിതിയിൽ, ഫി ജലാലത്തിഹി, അവിടെ മറ്റൊരു പ്രയോഗം മിൻ ജലാലത്തിഹി എന്ന് കാണാം. രണ്ടാണെങ്കിലും അവിടുത്തെ വ്യക്തിപ്രഭാവവും പ്രൗഢിയും കാരണമായി അവിടുന്ന് ഏകനായി നിൽക്കുന്ന വേളയിൽ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? കഅന്നഹു ഫർദു വഹുവ ഫർദുൻ ഫി ജലാലത്തിഹി ഫി അസ്കരിൻ, വലിയൊരു സൈനിക വ്യൂഹത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തലവനെ പോലെ ഒരു ഫീലായിരുന്നു കാണുന്ന ആളുകൾക്ക്. അതാ ഹൈന തൽഖാഹു, നീ ആരാവട്ടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കണ്ടുമുട്ടുന്ന വേള അവർ ഒരു വലിയ സൈനിക വ്യൂഹത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവരെ പോലെ തോന്നും. അത്രയും ഭയപ്പെടുത്തുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ദൃഷ്ടികൾ, വളരെ പരുഷമായ നോട്ടവും വളരെ ശ്രദ്ധയോടെ ഉള്ള വീക്ഷണവും എല്ലാം നമ്മുടെ മേൽക്ക് പതിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം, ആ ഭയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗാംഭീര്യം കൊണ്ട് പലർക്കും ഫീൽ ചെയ്യുന്നതാണ്, പല ആളുകൾക്കും അത് പ്രതിഫലിക്കുന്നതാണ്. വഫി ഹഷമിൻ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത സേവകന്മാർക്കിടയിൽ നിൽക്കുന്നവരെ പോലെയാണ്. പക്ഷേ മുത്തുനബി തങ്ങൾ ഒറ്റക്കാണ്. അവിടുത്തെ വ്യക്തിപ്രഭാവവും പ്രൗഢിയുമാണ്, അവിടുത്തെ ഗാംഭീര്യമാണ് അതിൻ്റെ കാരണം. അല്ലാതെ ഭയം കൊണ്ട് ജനങ്ങൾക്കെല്ലാം വിട്ടുകൊടുക്കുകയും വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് അല്ല. അങ്ങനെ ചിലരെങ്കിലും വിമർശിച്ചേക്കാം, അത് നിരർത്ഥകമാണ് എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ സൂചിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ എന്നല്ല എക്കാലത്തേക്കും എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ ജനങ്ങളിൽ ഏറ്റവും ധീരനായ ഒരു വ്യക്തിയായിരുന്നു. ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിന്റെ വേള ഓർത്തു പോവുകയാണ്. എന്തായിരുന്നു? സ്വഹാബത്ത് ഇടക്കൊന്ന് പതറിപ്പോയി, യുദ്ധം കൊടുമ്പിരി കൊണ്ടു. സ്വഹാബത്ത് പതറി അല്പം ചിതറി തെറിച്ചുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാത്ര ചെയ്യുന്ന ആ മൃഗത്തിന് മുകളിൽ കയറിക്കൊണ്ട് ചാടി ഇറങ്ങുകയാണ്. അബ്ബാസ് റളിയല്ലാഹുവിനടുത്ത് അതിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നുണ്ട്. അവര് പറയുന്നു, എന്റെ പിടിയിൽ ഒതുങ്ങാത്ത വിധം അത് മുന്നോട്ട് ഗമിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ ആരാന്നറിയോ? ഞാനൊരു ബാപ്പക്ക് ജനിച്ചവനാടാ,
തറവാടിത്തമുള്ള ബാപ്പക്ക് ജനിച്ചവനാണ്, ഞാൻ നബിയാണ്, ഞാൻ കള്ളനല്ല, കള്ളപ്രവാചകനല്ല എന്ന ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തരായ ശത്രുവ്യൂഹത്തിന്റെ പടക്കളത്തിന്റെ നടുവിലേക്ക് എടുത്തു ചാടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്രം പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിന്റെ താളുകളിലും ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ഓർത്തു പോവുകയാണ്. തീർന്നിട്ടില്ല, നിരവധി സംഭവങ്ങൾ ഇതിന് അന്വർത്ഥമാക്കുന്നുണ്ട്. ഒരു വേള നബിയും സ്വഹാബത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വിശ്രമത്തിലാണ്. പലരും പല മരത്തിന്റെ തണലുകൾ തേടി പോയിട്ടുണ്ട്. ഏറ്റവും നല്ല തണലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ വാള് മരച്ചില്ലയിൽ തൂക്കിയിട്ടതാ. ആ വാളെടുത്തുകൊണ്ട് മുത്തുനബി മയങ്ങുന്ന സമയം ഒരു ശത്രുവായ മനുഷ്യൻ വന്നുകൊണ്ട് എടുത്ത് ആരാണ് നിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതെന്ന് ചോദിക്കുന്ന ആ വിശ്രുതമായ സംഭവം നമുക്കൊക്കറിയാം. നബി തങ്ങൾ ഒരു ഭയവും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ ഒറ്റ വാക്കിൽ പറഞ്ഞു, അല്ലാഹ്. ആ ധീരതക്ക് മുന്നിൽ ആ മനുഷ്യന്റെ കൈകൾ വറക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടിലം കൊള്ളുകയാണ്. കയ്യിൽ നിന്ന് വാള് താഴെ വീണുപോയി. ആ വാളെടുത്ത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക? അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്, മുഹമ്മദേ, വാളെടുത്തവരിൽ ഏറ്റവും ഉത്തമരായ വ്യക്തി നിങ്ങളാവട്ടെ എന്ന ആ ഒരു അപേക്ഷ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നോട് വിട്ടുവീഴ്ച കാണിക്കണം എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ സുപരിചിതമാണ്. അപ്പോ എത്ര ആളുകൾ വിമർശിച്ചാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ധീരനായിരുന്നു. യുദ്ധവേളകളെ സംബന്ധിച്ച് സ്വഹാബത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്, പലപ്പോഴും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സംരക്ഷണം തേടാറുണ്ടായിരുന്നു യുദ്ധവേളകളിൽ. അപ്പൊ അത്രയും ധീരനായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബൂജഹലിന്റെ വസിയായ അഥവാ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ വളരുന്നൊരു യത്തീം കുട്ടി, ആ യത്തീമായ ബാലന്റെ സ്വത്ത് മുഴുവനും അബൂജഹൽ കൈയടക്കി വച്ചിട്ടുണ്ട്. നഗ്നനായ ആ കുഞ്ഞിമോൻ വസ്ത്രം തേടിക്കൊണ്ട് വരുമ്പോ അബൂജഹൽ പരിഹസിച്ചുകൊണ്ട് അവിടുന്ന് ആട്ടി ഓടിക്കുന്ന വളരെ ദാരുണമായൊരു രംഗം. ആ സമയം ഖുറൈശി തലവന്മാർ ആ കുട്ടിയോട് പറഞ്ഞു, നീ മുഹമ്മദിന്റെ സമീപത്ത് ചെല്ലണം, മുഹമ്മദിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം, മുഹമ്മദ് നിന്നെ സഹായിക്കും. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലല്ല മക്ക ഖുറൈശികൾ ഇത് പറഞ്ഞത്. മറിച്ച് അബൂജഹലിന്റെ മുന്നിലേക്ക് വരുന്ന മുത്തുനബി തങ്ങൾ അബൂജഹൽ നേരിടുന്ന രംഗം ആലോചിച്ചുകൊണ്ട് നബി തങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കാര്യം അവർ മുന്നിലേക്ക് വെച്ചത്. പക്ഷേ നിഷ്കളങ്കനായ പിഞ്ചുബാലൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിൽ വന്നുകൊണ്ട് തന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഉടനെ ആ കുഞ്ഞിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ കവാടത്തിലേക്ക് കയറി ചെല്ലുകയാണ്. വാതിൽ കൊട്ടി ആ കുഞ്ഞുമോനുമായി നിൽക്കുന്ന നബി തങ്ങൾ കാര്യം പറയുമ്പോ അബൂജഹൽ മർഹബ ചൊല്ലിക്കൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയും ആ കുട്ടിയുടെ സമ്പത്ത് എടുത്തു കൊടുക്കുകയും ചെയ്യുമ്പോ ഖുറൈശി തലവന്മാർ അവിടുന്ന് അന്താളിച്ചു നിൽക്കുകയാണ്. അബൂജഹലിനോട് ചോദിച്ചു, നീയും മുഹമ്മദിന്റെ മാർഗത്തിൽ ചേർന്നോ? നിനക്ക് മാർഗഭ്രംശം സംഭവിച്ചോ? അബൂജഹൽ പറഞ്ഞു, ഒരിക്കലും ഇല്ല. പക്ഷേ മുഹമ്മദിന്റെ ആ വരവ്, ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ചില രംഗങ്ങളുണ്ട്, ഭയന്നുപോയി ഞാൻ. ആ സമയം നിങ്ങളാണ് അത് കാണുന്നതെങ്കിൽ ജീവനോടെ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല എന്ന് പറയുന്ന ആ രംഗമുണ്ട്. അതെന്തേ? അതാണ് ഹൈന തൽഖാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുന്ന വേള ഒരു വലിയ സൈനിക വ്യൂഹത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന രാഷ്ട്രപ്രഭുക്കളെ പോലെ തോന്നിപ്പിക്കുന്നു. ആ ശത്രുക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ വലിയ ഭയം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സമരത്തിന്റെ മേഖലകളിൽ ശത്രു സൈന്യത്തിലെ മിക്ക സൈനികരും ആർക്കോ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഒരിക്കലും ഒരു ആത്മവിശ്വാസമില്ലാതെ അടർക്കളത്തിലേക്ക് വന്ന രംഗത്തെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ കാണാം. ഞാൻ അതിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല. പ്രിയപ്പെട്ടവരെ, അബൂജഹൽ തോറ്റുപോവുകയാണ്.
ഇങ്ങനെ എത്രയെത്ര രംഗങ്ങളുണ്ട്. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വഅജ്വദൻ നാസി വഅശ്ജഅൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചവരാണ്. ഏത് വിഷയവും മികവിന്റെ അളവുകോലെടുത്ത് പരിശോധിക്കുമ്പോൾ ഏത് മേഖല എടുത്തു നോക്കിയാലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ തന്നെയാണ്. വഅഹ്സനൻ നാസി വഅജ്വദൻ നാസ്, അതെ, സാഗരത്തെ തോൽപ്പിക്കുമാർ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. വഅശ്ജഅൻ നാസി, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധീരത ഉള്ള ആളായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് വെറുതെയല്ല. ആ ഇടക്ക് മദീനയിൽ ഒരു സംഭവം ഉണ്ടായി. രാത്രിയിൽ ഭീകരമായൊരു ശബ്ദം. മദീനക്കാരെല്ലാവരും ഭയന്നുപോയി. ആളെ കൂട്ടി പരസ്പരം ഒരുമിച്ച് കൂടി അവരെല്ലാവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ നടന്നു നീങ്ങുന്ന വേളയിൽ അതാ ദൂരെ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ വാഹനത്തിലാ. ആ വാഹനം അവിടുത്തെ മൃഗത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് നബി തങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ കയ്യിൽ വാളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും കാത്തു നിന്നില്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മദീനക്കാർ പോകാൻ വേണ്ടി ആളെ കൂട്ടുമ്പോഴേക്ക് ഈ ഒറ്റക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിജസ്ഥിതി മനസ്സിലാക്കി തിരിച്ചു പോരുന്ന ഒരു രംഗമാണ് മദീനക്കാരായ ആളുകൾ കാണുന്നത്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസിന്റെ അവസാന ഭാഗം ഈ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീരു ആയതുകൊണ്ടല്ല മറ്റുള്ളവരോട് ക്ഷമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയമുള്ള ആളായതിന്റെ പേരിലല്ല മറ്റുള്ളവർക്ക് വശ്യസുന്ദരമായ സ്വഭാവം പ്രകടിപ്പിച്ചത്, മറിച്ച് അവിടുത്തെ സ്വഭാവ ഗുണമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മേഖല എടുത്തു നോക്കുമ്പോഴും അതിലെല്ലാം ഉയർന്ന തസ്തികയിൽ തന്നെ അവിടുത്തോളം എത്തുന്ന ഒരാളും ഇല്ല. അപ്പൊ വദ്ദഹരി ഫീഹി മമി എന്ന് കഴിഞ്ഞ വരിയിൽ ഓർമ്മപ്പെടുത്തിയത് നബി തങ്ങളെ ഭയം കൊണ്ടോ മറ്റോ ഒന്നുമല്ല. പക്ഷേ കഅന്നഹു വഹുവ ഫർദുൻ മിൻ ജലാലതിഹി ഫീ അസ്കരിൻ ഹീന തൽഖാഹു വഫീ ഹശമി. അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോ എത്ര സുരക്ഷാ സംവിധാനങ്ങളാണ്, അതൊക്കെ നമുക്ക് സുപരിചിതമാണ്. SPG അടക്കമുള്ള വലിയ വലിയ സംവിധാനങ്ങൾ, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സേനയും അതേപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അവരുടെ പരിശോധനകളും നമ്മുടെ താഴെ തട്ടിലെ പോലീസ് കോൺസ്റ്റബിൾമാർ വരെ അടങ്ങുന്ന ആ ഒരു സുരക്ഷാ സംവിധാനത്തിൽ അവർ വരുമ്പോ നമുക്കൊക്കെ എത്രയോ അകലിൽ നിന്ന് കാണാനേ പറ്റുകയുള്ളൂ. എന്നാലും അപ്പോഴും നമ്മൾ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ്, ക്യാമറക്ക് മുന്നിലാണ്, എല്ലാ സംവിധാനങ്ങൾക്കും നടുവിലാണ്. ഒരു ഇല അനങ്ങുന്നത് പോലും അവിടെ കാണും. അപ്പൊ എത്ര ഭയത്തോടെ ആയിരിക്കും അതിനെ നിരീക്ഷിക്കുക. എന്നാൽ ഒന്നും വേണ്ട, ആ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിന്, അവിടുത്തെ പ്രൗഢിക്ക് അത് കഴിയുമായിരുന്നു എന്നാണ്. ഫി ജലാലത്തിഹി, അവിടുത്തെ ആ ജലാലത്തിലായിട്ട്, അല്ലെങ്കിൽ മിൻ ജലാലത്തിഹി, അവിടെ ജലാലത്ത് കാരണമായി, ഫി അസ്കരിൻ ഹൈന തൽഖാഹു വഫി ഹശമി, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സുരക്ഷാ സംവിധാനമുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരെ പോലെ ഒറ്റക്ക് നിൽക്കുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫീൽ ചെയ്യുന്നത്, ഇത് അനുഭവിച്ചവർ സ്വഹാബത്താണ്. അവരാണ് നമുക്കത് വർണ്ണിച്ചു തന്നത്. അതാണ് ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയതും. കഅന്നഹു വഹുവ ഫർദുൻ ഫീ ജലാലതിഹി ഫീ അസ്കരിൻ ഹീന തൽഖാഹു വഫീ ഹശമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആ തിരു സ്വഭാവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. അല്ലാഹു തുണക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.